കേരള PSC എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാൻ അൺഒഫീഷ്യൽ വെബ്സൈറ്റുകളെയും ടെലഗ്രാം ഗ്രൂപ്പുകളെയും നിങ്ങൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത് എങ്ങനെയെന്നല്ലേ? എന്റെ എല്ലാ PSC ചങ്കുകൾക്കും ഡെസ്കി PSCയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC എക്സാമുകൾക്ക് സ്കോർ കൂട്ടാനുള്ള വളരെ ഈസിയും എഫക്റ്റീവുമായിട്ടുള്ള വഴി ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമുക്ക് റിപ്പീറ്റഡ് ടോപ്പിക്സ്, ഡിഫിക്കൽട്ടി ലെവല്, PSCയുടെ പുതിയ പാറ്റേൺസ് തുടങ്ങിയവ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് ആദ്യം ഗൂഗിളിൽ കയറി കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള kerala.psc.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കടക്കാനായിട്ട് കഴിയും. നമുക്ക് കാണാൻ കഴിയുന്ന വിൻഡോയിൽ ഹോം, അബൌട്ട് അസ്, ഡൗൺലോഡ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം. ഈ ഓപ്ഷനുകളിൽ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ്, ആൻസർ കീ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ, ആനുവൽ റിപ്പോർട്ട് എന്നൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, 2016 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന ഓപ്ഷനിൽ PSC ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ 2017-18 നോക്കുമ്പോൾ നോ റിസൾട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. 2016 ശേഷമുള്ളവ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പമാണ് PSC പബ്ലിഷ് ചെയ്യാറ്. അതിലേക്കായിട്ട് ഡൗൺലോഡ്സിൽ തന്നെയുള്ള ആൻസർ കീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OMR എക്സാം ആൻസർ കീ, ഓൺലൈൻ എക്സാം ആൻസർ കീ എന്ന രണ്ട് ഓപ്ഷനുകൾ കാണാം. PSC നടത്തിയിട്ടുള്ള OMR എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് വേണ്ടതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനും, PSC നടത്തിയിട്ടുള്ള ഓൺലൈൻ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് വേണ്ടതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഞാൻ ചൂസ് ചെയ്യുന്നത് OMR എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. തുറന്നു വരുന്ന വിൻഡോയിൽ നിന്ന് എനി എന്നുള്ളത് മാറ്റി പ്രൊവിഷണൽ ആൻസർ കീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും പോസ്റ്റ്, എക്സാമിന്റെ ഡീറ്റെയിൽസ്, പ്രൊവിഷണൽ ആൻസർ കീ, ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ശ്രദ്ധിക്കുക, ഒരേ എക്സാമിന്റെ തന്നെ വിവിധ മീഡിയം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് PSC നൽകിയിരിക്കുന്നത്. അതായത് കന്നഡ, തമിഴ്, മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. അതിനാല് നമുക്ക് മലയാളം മീഡിയമാണ് ആവശ്യമെങ്കിൽ ആ മലയാളം മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. ഇതല്ലാതെ മറ്റൊരു വഴി കൂടെയുണ്ട്. നിങ്ങൾക്ക് എക്സാമിന്റെ പേരോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡോ അറിയാമെങ്കിൽ സ്ക്രീനിന്റെ വലത്തേ അറ്റത്ത് മുകളിലായിട്ടുള്ള സെർച്ച് ബോക്സിൽ എക്സാമിന്റെ പേരോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡോ നൽകി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളൊരു മൊബൈൽ യൂസർ ആണെങ്കിൽ ഇനി കാണുന്ന സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്. നമുക്കിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് പ്രൊവിഷണൽ ആൻസർ കീ അല്ല, PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫൈനൽ ആൻസർ കീ ആണ്. അതിലേക്കായിട്ട് ഡൗൺലോഡ്സിൽ തന്നെയുള്ള ആൻസർ കീ, OMR എക്സാം ആൻസർ കീ, തുടർന്ന് വരുന്ന മെനുവിൽ നിന്ന് എനി മാറ്റി ഫൈനൽ ആൻസർ കീ എന്നുള്ളത് നൽകുക. നമുക്ക് വിവിധ എക്സാമുകളുടെ ഫൈനൽ ആൻസർ കീ കാണാനായിട്ട് കഴിയും. ഇവയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എക്സാമിന്റെ ഫൈനൽ ആൻസർ കീ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കുക, PSC പലതവണ ഫൈനൽ ആൻസർ കീയും റിവൈസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ പഠനത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് റിവൈസ് ചെയ്ത ആ ഫൈനൽ ആൻസർ കീ ആണ്. പ്രിയ PSC ചങ്കുകളെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.